നമസ്കാരം. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർക്ക് മാതൃഭൂമിയുടെ സൽക്കാരം രാവിലെ ടി വി ഇട്ടപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇത് നോക്കിയേ, മന്ത്രിമാരെ രാവിലെ വിളിച്ചു വരുത്തി അവർക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് സൽക്കാരം ഒരു ചാനൽ ഒരുക്കി കൊടുക്കുകയാണ്. എന്തിനായിരിക്കും? മുഖ്യമന്ത്രി ഒഴിച്ച് എനിക്ക് തോന്നുന്നു ഫുൾ ക്യാബിനറ്റ് ഇതാ ഇന്ന് മാതൃഭൂമി ന്യൂസിനൊപ്പമുണ്ട്. എല്ലാവരും നമുക്കൊപ്പമുണ്ട്. നമുക്ക് സ്ക്രീനിൽ കാണാൻ തോന്നുന്നു പ്രേക്ഷകരെ, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിമാരെ എല്ലാവരും വിജയം നേടി അധികാരത്തിലേറിയ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ മന്ത്രിമാരും, മുഖ്യമന്ത്രി ഒഴിച്ച് എല്ലാവരും നമ്മുടെ മുന്നിലേക്കുണ്ട്. പ്രേക്ഷകർക്ക് കാണാം, എല്ലാവരെയും നമ്മുടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടാവും അല്ലെ? ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോലെ തോന്നുന്നുണ്ടല്ലേ? ജനീഷ് ഇപ്പൊ താഴേക്ക് വരും. അപ്പൊ എല്ലാവരും ഒരുവിധം എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ രാവിലെ തന്നെ. നമ്മുടെ കൂടെയാണ് അവരുടെ വീഡിയോസ് ക്യാബിനറ്റ് എവിടെയാണ് കൂടുന്നത്. ഞാൻ ബഷീറിന്റെ ഭക്ഷണക്രമത്തെ കുറിച്ച് സീതി ഹാജി മാത്രമല്ല CH ലീഗുകാർക്ക് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് സഹനശക്തി മാത്രം പോരാ, ദഹനശക്തി കൂടി വേണം. മറുപടി ഉണ്ടോ? ദഹനശക്തി കൂടി വേണം. മീറ്റിംഗ് ആൻഡ് ഈറ്റിംഗ്. ലീഗ് യോഗങ്ങൾക്ക് ശേഷം ബിരിയാണി പൊട്ടിക്കാനുള്ള സമയം, ദം പൊട്ടിക്കാനുള്ള സമയം, എന്തായാലും അതിന് മുമ്പ് തീരുമാനം വരും. നിങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു മാധ്യമ സ്ഥാപനം ആ നാട്ടിലെ മന്ത്രിമാരെ ഒന്നടങ്കം വിളിച്ച് ഇങ്ങനെ സൽക്കരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകണ്ടേ? കാര്യം തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവർ അനാവശ്യമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഉപഹാരങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാര്യം ഇത്തരം ഉപഹാരങ്ങൾ സ്വീകരിച്ചാൽ സംഭവിക്കാവുന്ന കാര്യം എന്താണ്? നേരത്തെ തന്നെ ശ്രേയംസ് കുമാർ എന്ന മാതൃഭൂമിയുടെ ഉടമസ്ഥൻ വനം കൊള്ളയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയർന്നു കേട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. മുൻപ് UDF-നോടൊപ്പം നിന്ന് MLA ആയിരുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ഇങ്ങനെ ഒരു സൽക്കാരം ഒരുക്കുമ്പോൾ അത് പോകുന്നത് ഒരു ശരിയായ സന്ദേശമാണോ കൊടുക്കുന്നത്? പ്രത്യേകിച്ച് ഒരു മാധ്യമ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പലരും നമ്മൾ ക്ലാസ് എടുത്തു തരുന്നത് നിഷ്പക്ഷമായി നിൽക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വിളിച്ചു വരുത്തി അവരെ സൽക്കരിച്ചവർക്ക് എവിടെയാണ് നിഷ്പക്ഷത പുലർത്താൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ സൽക്കരിക്കുന്നത് കൊണ്ട് മുതലാളിയുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം കൂടുതൽ സ്ഥാപിക്കുക എന്നുള്ളത് കൂടി അതിൻ്റെ പിന്നിലുണ്ട്. എന്നിട്ടത് വാർത്തയായിട്ട് ആഘോഷിക്കുക, വാർത്താ കച്ചവടത്തിന് കൂടി ഉപയോഗിക്കുകയും ചെയ്യുന്ന കണ്ടു. എന്താണ് ഒരു മാധ്യമ സ്ഥാപനം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർക്ക് രാവിലെ സൽക്കാരം ഒരുക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇങ്ങനെ വിളിച്ചുടനെ അവർക്ക് നിരസിക്കാൻ കഴിയാതെ അവിടെ ചെല്ലേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇവർ തമ്മിൽ നേരത്തെ ഒരു അന്തർധാര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റും? ഒന്ന് ആലോചിക്കണേ. കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരുന്നു. ഏതെങ്കിലും ഒരു ചാനൽ അതിലെ മന്ത്രിസഭാ അംഗങ്ങളെ ഒരുമിച്ച് വിളിച്ചിരുത്തി എവിടെയെങ്കിലും പ്രാതൽ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ ഇതുപോലത്തെ സൽക്കാരങ്ങൾ കൊടുക്കുന്നത് കണ്ടോ? കണ്ടില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നിടത്ത് എന്താണ് ചാനൽ മുതലാളിമാരും ഇപ്പോൾ അധികാരമേറ്റ അതിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ പങ്കെടുക്കുന്നത് കണ്ടില്ല. ബാക്കി എല്ലാം മെജോറിറ്റിയുള്ള മന്ത്രിമാരും ആ പ്രഭാത സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത് കണ്ടു. ഈ പ്രഭാത സൽക്കാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മുതലാളിയും ഈ മന്ത്രിമാരുമായിട്ടുള്ള ബന്ധം കുറെ കൂടി ഊഷ്മളമാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഊഷ്മളമാകുന്നതിനെ ഏത് രീതിയിലായിരിക്കും പിന്നീട് വിനിയോഗിക്കുക? പ്രത്യേകിച്ച് ശ്രേയംസ് കുമാറിനെ പോലൊരു വ്യക്തി, മാതൃഭൂമിയുടെ ഉടമ ായിരുന്ന വ്യക്തി, വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ചൊക്കെ നേരത്തെ ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തകളുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ കൂടി നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തിയുടെ ഈ സൽക്കാരം സ്വീകരിക്കുന്നതിലൂടെ എന്തായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടൊക്കെ ഇവർ നടത്തിയിരുന്ന അജണ്ട, ഇവർക്ക് അനുകൂലമായിട്ടുള്ള പല വാർത്തകളുടെ പ്ലാനിംഗ് ഒക്കെ നടന്നത് പരസ്യമായിട്ട് തന്നെ മന്ത്രിമാരെയൊക്കെ വിളിച്ച് ഇമാതിരി സൽക്കരിച്ചതിന് ശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് പ്രചരിപ്പിക്കുകയാണെങ്കിൽ മാതൃഭൂമിയോട് ഒരു പ്രത്യേക താല്പര്യം ഈ മന്ത്രിസഭയ്ക്ക് ഉണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയായിട്ട് വേണം അതിനെ പരിഗണിക്കേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഇതൊന്നും കൊടുക്കുന്നത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് നല്ലൊരു സന്ദേശമല്ല തന്നെ. ചില മാധ്യമ സ്ഥാപനങ്ങൾക്ക് മന്ത്രിമാർക്ക് മേൽ സ്വാധീനമുണ്ടെന്ന് വളരെ കൃത്യമായി പൊതുജനത്തിന് സന്ദേശം കൂടി കൊടുക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ. കേരളത്തിൽ ഇതൊന്നും കണ്ടിട്ട് അത്രത്തോളം വിവാദമാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഭക്ഷണങ്ങളെല്ലാം ചികഞ്ഞ് അതിനെതിരെ വിമർശിച്ചവർ ഇപ്പോൾ മന്ത്രിമാരെ തന്നെ വിളിച്ച് നേരിട്ട് സൽക്കരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ദുരുദ്ദേശം എന്താണെന്ന് നാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.